ഗാർഡനറിൻ്റെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിലെ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്താണെന്ന് നോക്കാം. അതായത് ചില കുട്ടികൾ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കും, അയ്യോ ഇത് ശരിയല്ല, എൻ്റെ പഠനത്തിൻ്റെ മെത്തേഡ് മാറ്റണം എന്ന് വിചാരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. അതല്ലെങ്കിൽ ടീച്ചിങ് എനിക്കിഷ്ടമാണ്, അപ്പോൾ എനിക്ക് ടീച്ചറായി മതി, അങ്ങനെ സ്വന്തം കഴിവുകൾ മനസ്സിലാക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. ഇനി അതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ അയ്യോ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ആ സമയത്ത് അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു എന്ന് സ്വയം മനസ്സിലാക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇതിനുള്ള എബിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാനുള്ള എബിലിറ്റിയാണ് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് സ്വന്തം ഫീലിങ്സ്, ഇമോഷൻസ്, തോട്ട്സ്, സ്ട്രെങ്ത്സ്, വീക്ക്നെസ്സസ് ഇതൊക്കെ സ്വയം മനസ്സിലാക്കുക. ഈ സ്വയം മനസ്സിലാക്കാനുള്ള എബിലിറ്റിയാണ് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ്. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസും ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസും തമ്മിൽ മാറിപ്പോകരുത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ്, സൈക്കോളജിസ്റ്റ്സ്, സ്പിരിച്വൽ ലീഡേഴ്സ് എന്നിവരെല്ലാം ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകളിൽ ഉൾപ്പെടുന്നവരാണ്.